ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ആസ്വദിച്ച് നിൽക്കാൻ ടീം ഇലകളില്ലാത്ത മരങ്ങളെ ഭംഗി ആസ്വദിച്ചിട്ട്. പിന്നെ കുട്ടികളുടെ കളി കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. കുട്ടിക്കാലൊക്കെ നല്ല എന്താ പറയുക, ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു സങ്കടം വരുന്നത്. ആപ്പാരൊക്കെ വീട്ടിൽ പോകുമ്പോഴേ ഇതുപോലെ മരത്തിലൊക്കെ കയറി നല്ല എൻജോയ് ചെയ്തുകൊണ്ടുണ്ടാവും. കുതിരയായിട്ടും വണ്ടിയായിട്ടൊക്കെ മരങ്ങളെ ഉപയോഗിച്ചിരുന്നു. എന്തായാലും ശരി, കുട്ടികളെ ആസ്വദിക്കട്ടെ അല്ലേ. ഇവരെ വെച്ചിട്ട് ആ ആ ആ ആ പാട്ട് ഒന്നും കൂടെ ഇവരെ നാലാളി വെച്ചിട്ട് ഒന്ന് റീൽസ് ചെയ്താലോ എന്നുണ്ടാട്ടോ. അവർ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനെങ്ങനെ ഇവർ നല്ല കളിയിലാണ്, നമുക്ക് നേരാവുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം അല്ലേ. എന്നാലും വിചാരിച്ചതൊക്കെ കിട്ടിയിട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് കുഞ്ഞാമാരും ബാക്കിയുള്ളവരൊക്കെ, ഞങ്ങളല്ലാത്ത ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ല വിശാലമായൊരു സ്ഥലം, നല്ല കാറ്റുണ്ട്, നല്ല സ്പേസ് ഉണ്ടല്ലേ ഇരിക്കാൻ, എല്ലാവർക്കും നല്ല സ്പേസിലൊരു സ്ഥലം. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഈ 5 കുട്ടികളും അല്ലേ, ഈ 5 കുട്ടികളും ഒന്ന് ഇങ്ങോട്ട് ഓടുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഓടും. പിന്നെ കയ്യിൽ ഫുഡും വെള്ളക്കുപ്പിയും ആപ്പിമോളും എന്തോ കോമഡി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് വാങ്ങി അവിടെ തന്നെ ചെയറും കസേരയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇവരൊക്കെ ഇവിടെ ഇരുന്നിട്ടും കഴിച്ചു. പക്ഷേ ഇവിടെ നല്ല നല്ല വിശാലമായിട്ടിരുന്ന് കഴിക്കാമായിരുന്നു. അങ്ങനെ അതാ കുഞ്ഞാമിയും ആപ്പാരും കുഞ്ഞാമാരും വരുന്നുണ്ട്. സീനും ഞാനത് നോക്കി കാത്ത് നിൽക്കുകയാണ്. ഇവൻ ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടാൽ തോന്നുന്നു ഇവൻ ഇന്നെ കൊണ്ടുപോകണത്. അവന് കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എൻ്റെ പൈസ തൊലപ്പിക്കാൻ, അല്ലാതെ അവൻ നല്ലതിനൊന്നുമല്ല എൻ്റെ കയ്യിൽ പിടിച്ച് പോണത്. അങ്ങനെ ഇതാ എന്താ പറയുക, സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് കോൺ വാങ്ങിച്ചപ്പോൾ അത് ഷിബിയാണ് കഴിക്കണത് കേട്ടോ, കുട്ടി കഴിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും ചോക്കോബാർ വാങ്ങി തന്നിട്ടോ, കുട്ടീസിനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളിത് കണ്ട് ആസ്വദിക്കണമുണ്ട്. ഇവനിത് വേണ്ടാറിട്ട് എനിക്ക് തന്നു, ഞാനത് വീണ്ടും കുട്ടികൾക്ക് തന്നെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിരിച്ച് പോണത് എങ്ങടാന്നറിയോ, എല്ലാവരും അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എവിടേക്കാന്നറിയോ, ഒക്കെ ചിരിച്ചു പോകുന്നുണ്ട് ബാത്റൂമിലേക്ക്. കണ്ടല്ലോ, ടോയ്ലറ്റിലേക്കാണ് പോണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വന്നതല്ലേ, അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് എന്താ പറയുക, അവിടെ എൻജോയ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒരു സമാധാനമായി ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോണത് എങ്ങനെയെന്ന് വെച്ചാൽ തൂക്കുപാലുണ്ട്. അപ്പോൾ തൂക്കുപാലത്തിലാണ് കയറിയത് കേട്ടോ. എടോ, ഇത് ഒരു 1.5 പാലാട്ടോ. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇത് പൊട്ടൊന്നുമില്ലല്ലോ, കാരണം അത്രയും സ്ട്രോങ്ങിലല്ലേ ഇപ്പോൾ ഇത് എന്താ പറയുക ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ, റോപ്പ് വേ കണ്ടിട്ട് കുട്ടികൾ പറയുന്നുണ്ട് നമുക്കതിൽ കയറണമെന്ന്, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് കൊടുത്തിട്ടില്ല, കാരണം ഈ കുട്ടികളല്ലേ. അപ്പോൾ ഡാമൊക്കെ നോക്ക്, ഇനിയിപ്പോൾ മഴക്കാലം വരണം ഡാമൊക്കെ തുറക്കണമെങ്കിൽ, അല്ലാഹുവേ. പിന്നെ അങ്ങനെ എന്താ KCB ഇവിടെ നിന്നല്ലേ കറണ്ട് എടുക്കണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട്, വെള്ളച്ചാട്ടമല്ല, വെള്ളം കുത്തി ഒഴുകണത് കണ്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ.